ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു വലിയ ഇല്യൂഷനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരുപക്ഷെ ഈ ഒരു വർഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോ 15% ഉയർന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ കാണുന്നത് അപകടകരമായിട്ടുള്ള ഒരു ഇല്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു റിസൾട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ രൂപയുടെ വില പതിയെ ഇടിയുകയാണ്. അടുത്തിടെ ഡോളറിന് 90 രൂപ എന്ന നിലയും കടന്ന് കാര്യങ്ങൾ വളരെ മോശം അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്തിനെ ഇല്ലാതാക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ക്ലിക്ക് ബൈറ്റ് അല്ല. അടുത്ത കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ ഈ ഒരു കറൻസി ട്രാപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ കണക്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായി ബുദ്ധിയുള്ള നിക്ഷേപകർ അവരുടെ പണം യഥാർത്ഥത്തിൽ ആഗോളതലത്തിൽ വളർത്താൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. നമുക്ക് വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ 15% വളർന്നു, പക്ഷെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വില 15% ഉയർന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സമ്പന്നനായോ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് വിലക്കയറ്റം എന്ന് പറയുന്നത്. എന്നാൽ ഇതിലും വളരെ തന്ത്രപരമായിട്ടുള്ള മറ്റൊരു രൂപത്തിൽ നിങ്ങളുടെ സമ്പത്ത് ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കറൻസിയുടെ മൂല്യ തകർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം US ഡോളറുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ക്രമേണ കുറഞ്ഞു വരികയാണ്. 1995 ഒരു ഡോളറിന് ഏകദേശം 32 രൂപയായിരുന്നത് 2015 ആയപ്പോഴത്തേക്കും അത് 63 രൂപയായി. 2025 അവസാനത്തിൽ ഒരു ഡോളറിന് 90 എന്ന നിലയിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം രൂപയുടെ മൂല്യം ഏതാണ്ട് 6% ഇടിഞ്ഞു. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഡോളർ വിനിമയത്തിലെ നിരക്കും എന്റെ ഇന്ത്യൻ സ്റ്റോക്കുകളും തമ്മിൽ എന്ത് ബന്ധം എന്നുകൂടി നമുക്കൊരു ഡൗട്ട് തോന്നിയേക്കാം. പക്ഷെ ഉത്തരം ഇതാണ്: ഏതാണ്ട് എല്ലാ കാര്യത്തിലും ബന്ധമുണ്ട്. നമ്മൾ നമ്മുടെ സമ്പത്തിനെ രൂപയിൽ മാത്രമാണ് അളക്കുന്നത്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഒരു ഗ്ലോബലൈസ്ഡ് ലോകത്താണ്. നമ്മളുടെ പെട്രോൾ ഡീസൽ വിലയെ സ്വാധീനിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയെ സ്വാധീനിക്കുന്നത് ഡോളറിലാണ്. നിങ്ങളുടെ കുട്ടിയുടെ വിദേശ വിദ്യാഭ്യാസത്തിനുള്ള ഫീസ് ഡോളറിലാണ്. അതിനാൽ നിങ്ങളുടെ സമ്പത്തിന്റെ യഥാർത്ഥ അളവ് നിങ്ങളുടെ കയ്യിലുള്ള രൂപയുടെ എണ്ണമല്ല, മറിച്ച് ആ രൂപ കൊണ്ട് ലോക വിപണിയിൽ എന്ത് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. ശരിക്കും അതാണ് നിങ്ങളുടെ യഥാർത്ഥ പർച്ചേസിംഗ് പവർ. ഇവിടെയാണ് ആ ഒരു ഇല്യൂഷൻ ആരംഭിക്കുന്നത്. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ നിങ്ങളുടെ ഇന്ത്യൻ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ രൂപയുടെ കണക്കിൽ വളരുന്നുണ്ടെങ്കിലും ഡോളർ പോലെയുള്ള ആ ഒരു ആഗോള കറൻസിയിൽ അതിന്റെ മൂല്യം സ്തംഭനാവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ കുറയുകയും ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ സമ്പത്തിന് ഒരു ചോർച്ചയുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ അത് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? രൂപയുടെ മൂല്യ തകർച്ച ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ നമുക്കിവിടെ അവലോകനം ചെയ്യാം. രൂപ എന്തുകൊണ്ടാണ് ഇത്രയധികം സമ്മർദ്ദത്തിലായിരിക്കുന്നത്? ഇത് ഏതെങ്കിലും ഒരൊറ്റ കാരണം കൊണ്ടല്ല, മറിച്ച് സ്വദേശത്തും വിദേശത്തുമുള്ള ശക്തമായിട്ടുള്ള ചില ശക്തികളുടെ മിശ്രണമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ആ 3 കാരണങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാരണം ഇന്ത്യയുടെ വ്യാപാര കമ്മിയാണ്, ട്രേഡ് ഡെഫിസിറ്റ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഇതിനെ ഒരു വീട്ടു ബജറ്റ് പോലെ ചിന്തിക്കുക. ഒരു കുടുംബം സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ചാൽ അവർ ആ പണം എവിടെ നിന്നെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്. ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ പലപ്പോഴും ലോകത്തിന് വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വാങ്ങുന്നുണ്ട്. ക്രൂഡ് ഓയിൽ, ഇലക്ട്രോണിക്സ്, യന്ത്രങ്ങൾ തുടങ്ങിയ നിർണായക കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഡോളറിൽ പണം കൊടുക്കേണ്ടതുണ്ട്. ഇതിനർത്ഥം ഡോളർ വാങ്ങാനായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് രൂപ വിൽക്കുന്നുണ്ട് എന്ന് കൂടിയാണ്. രൂപയുടെ മൂല്യം കുറയ്ക്കുന്നു. 2025 അവസാനത്തിൽ സ്വർണ്ണ ഇറക്കുമതിയിലെ വർധനയും കയറ്റുമതിയിലെ കുറവും ഈ ഒരു സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ വലിയ കാരണം US ഡോളറിന്റെ ശക്തി തന്നെയാണ്. ആഗോള സാമ്പത്തിക വ്യവസ്ഥ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഡോളറിനെ ചുറ്റിപ്പറ്റിയാണ് ഇരിക്കുന്നത്. US ഉയർന്ന പലിശ നിരക്കുള്ളപ്പോൾ ആഗോള നിക്ഷേപകർ അമേരിക്കൻ നിക്ഷേപങ്ങളുടെ സുരക്ഷിതത്വത്തിലേക്കും മികച്ച വരുമാനത്തിലേക്കും ആകർഷിക്കപ്പെടാറുണ്ട്. ഇത് ഡോളറിന് വലിയ ഡിമാൻഡ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ പോലെയുള്ള വളർന്നു വരുന്ന വിപണികളിൽ നിന്ന് പണം പുറത്തേക്ക് വലിക്കുകയും ചെയ്യും. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ദുർബലമാണെന്നതിന്റെ സൂചനയല്ല, മറിച്ച് ഡോളറിന്റെ ആധിപത്യത്തിന്റെ പ്രതിഫലനമാണ്. ഡോളർ അതിന്റെ ശക്തി കാണിക്കുമ്പോൾ രൂപ സ്വാഭാവികമായിട്ടും ദുർബലപ്പെടും. അവർ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന വലിയ അന്താരാഷ്ട്ര ഫണ്ടുകളാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാരണത്തിലേക്ക് കടക്കാം. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, അതായത് FPIs. ഇവർ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന വലിയ അന്താരാഷ്ട്ര ഫണ്ടുകളാണ്. അവർക്ക് ഇന്ത്യയിൽ നല്ല പ്രതീക്ഷയുള്ളപ്പോൾ അവർ കോടിക്കണക്കിന് ഡോളർ കൊണ്ടുവന്ന് രൂപയെ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ അവർക്ക് ആശങ്ക തോന്നുമ്പോൾ അവർ ഇന്ത്യൻ സ്റ്റോക്കുകൾ വിറ്റ് ആ പണം പിൻവലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ അവർ രൂപ വിറ്റ് ഡോളറിൽ തിരികെ വാങ്ങേണ്ടതുണ്ട്.
ഇത് നമ്മുടെ കറൻസിയെ ദുർബലമാക്കുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. FPIയുടെ പണമൊഴുക്ക് വാങ്ങലിലും വിൽക്കലിലുമായിട്ട് ചാഞ്ചാടിക്കൊണ്ടിരിക്കുമെങ്കിലും 2025 ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വലിയ തോതിലുള്ള പണം പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത് രൂപയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി എന്ന് വേണം കരുതാൻ. അപ്പൊ ഇതൊരു സാമ്പത്തിക ശാസ്ത്രത്തിലെ വരണ്ട കണക്കുകളല്ല, ഇത് നിങ്ങളുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. ഏറ്റവും വ്യക്തമായ ആഘാതം ഇറക്കുമതി വഴിയുള്ള വിലക്കയറ്റമാണ്. അപ്പൊ ദുർബലമായിട്ടുള്ള രൂപ ഓരോ ഇറക്കുമതി ചെയ്ത് കൂടുതൽ സാധനങ്ങളെയും കൂടുതൽ വിലയുള്ളതും ചെലവേറിയതും ഒക്കെ ആക്കുന്നു. നമ്മൾ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന് രൂപയുടെ കണക്കിൽ കൂടുതൽ ചെലവാകും. ആഭ്യന്തര നികുതികളും നയങ്ങളും കൂടാതെ ഇന്ധനവില ഉയർന്നു നിൽക്കുന്നതിനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. ലാപ്ടോപ്പുകൾക്കും സ്മാർട്ട് ഫോണുകൾക്കുമുള്ള ഘടകങ്ങൾക്ക് കൂടുതൽ ചെലവാകും. ഒടുവിൽ കമ്പനികൾ ആ ഭാരം മുഴുവൻ നിങ്ങളുടെ മുകളിൽ തന്നെ അടിച്ചെല്ലും. അപ്പൊ ഇനി നമുക്ക് നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് പോർട്ട്ഫോളിയോയുമായിട്ട് ബന്ധിപ്പിച്ച് ആ ഒരു വലിയ ഇല്യൂഷനെ പറ്റി മനസ്സിലാക്കാം. ജനുവരി 1 1,00,000 രൂപ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിച്ചു എന്ന് സങ്കല്പിക്കുക. വിനിമയ നിരക്ക് ഡോളറിന് 85 രൂപയായിരുന്നു എന്നും കരുതുക. ഡോളർ കണക്കിൽ നിങ്ങളുടെ നിക്ഷേപത്തിന്റെ മൂല്യം ഏകദേശം $1,176 ആയിരുന്നു. ഇന്നത്തേക്ക് വരുമ്പോൾ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്തു. നിങ്ങളുടെ പോർട്ട്ഫോളിയോ മൂല്യം ഇപ്പോൾ 1,15,000 രൂപയാണ്. രൂപയുടെ കണക്കിൽ 15% എന്ന മികച്ച നേട്ടം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തോന്നും. അപ്പോൾ ഇനി അടുത്ത ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. രൂപയുടെ മൂല്യം ദുർബലമായിട്ട് ഇപ്പോൾ ഡോളറിന് 90 രൂപ എന്ന നിരക്കിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. നിങ്ങളുടെ 1,15,000 രൂപയെ നമുക്ക് ഡോളറിലേക്ക് മാറ്റാം. പുതിയ നിരക്കിൽ ഇതിന്റെ മൂല്യം ഏകദേശം 1,278 രൂപയാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ രൂപയിൽ നിന്ന് 15% വളർന്നപ്പോൾ ഡോളറിൽ അളന്ന അവസ്ഥ യഥാർത്ഥ സമ്പത്ത് 1,176 നിന്ന് 1,278 മാത്രമാണ് വളർന്നത്. ഇത് ഏകദേശം 8.6% മാത്രമാണ്. അപ്പോ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ലാഭത്തിന്റെ ഏതാണ്ട് പകുതിയും ഒരു ഇല്യൂഷൻ ആയിരുന്നു. ഇത് നിങ്ങളുടെ ആഗോള വാങ്ങൽ ശേഷിയിലുള്ള യഥാർത്ഥ വളർച്ചയല്ല, ദുർബലമാകുന്ന കറൻസി കളിച്ച ഒരു പണത്തിന്റെ ട്രാപ്പായിരുന്നു. അപ്പൊ ഇതാണ് പല നിക്ഷേപകരെയും കൊടുക്കുന്ന കറൻസി ട്രാപ്പ്. അവർ രൂപയിലുള്ള നേട്ടങ്ങളിൽ ആഹ്ലാദിക്കുമ്പോൾ ആഗോളതലത്തിൽ സാധനങ്ങൾ വാങ്ങാനുള്ള അവരുടെ കഴിവ് കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഇത്തരം മറഞ്ഞിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമ്പത്തിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കാം. നിങ്ങളെ ഒരു മികച്ച നിക്ഷേപകനാക്കാൻ സഹായിക്കുന്ന ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്തായിട്ട് ദ സൊല്യൂഷൻ, ബുദ്ധിയുള്ള നിക്ഷേപകർ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സമ്പത്ത് വളർത്തുന്നത്. ശരി, അപ്പോ പ്രശ്നം വ്യക്തമാണ്, ഇലൂഷൻ യാഥാർത്ഥ്യമാണ്. എന്നാൽ പരിഭ്രാന്തരാകുന്നത് ഒരു പരിഹാരമൊന്നുമല്ല. അപ്പോൾ എന്താണ് പ്രതിവിധി എന്നുള്ളത് ആലോചിക്കുന്നതാണ് ബുദ്ധിപരമായിട്ടുള്ള കാര്യം. നല്ല ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റ് ഉപേക്ഷിക്കുകയല്ല, പകരം ചില പ്രധാന മാറ്റങ്ങളോടെ അവർ തങ്ങളുടെ സ്ട്രാറ്റജിയെ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഏറ്റവും നല്ല തന്ത്രം ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. നിങ്ങളുടെ എല്ലാ മുട്ടകളും ഒരേ കുട്ടയിൽ ഇടാൻ പാടില്ല എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. അതുപോലെ ഇന്ത്യൻ നിക്ഷേപകർക്ക് അന്താരാഷ്ട്ര വിപണികളിൽ പണം നിക്ഷേപിക്കുന്നതിന് ഇപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള മാർഗങ്ങളുണ്ട്. ETF പോലെയുള്ള സൊല്യൂഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ഒരു കറൻസിയിൽ ആസ്തികൾ കൈവശം വെക്കുകയാണ്. ഡോളർ ശക്തിപ്പെടുമ്പോൾ നിങ്ങൾ US പോർട്ട്ഫോളിയോയുടെ മൂല്യം രൂപയിലേക്ക് മാറ്റാനും കഴിയും. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ് ലഭിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താല്പര്യമെങ്കിൽ രൂപയുടെ മൂല്യത്തകർച്ചയെ പ്രതിരോധിക്കുന്ന ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപിക്കുക. ദുർബലമായിട്ടുള്ള രൂപ എല്ലാ ഇന്ത്യൻ കമ്പനികളെയും ദോഷകരമായിട്ട് ബാധിക്കില്ല. ചിലർക്ക് ഇത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഇന്ത്യയുടെ ലോകോത്തര IT സേവന മേഖലയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് മനസ്സിലാവും. TCS, ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികൾ അവരുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ഡോളറിലാണ് ലഭിക്കുക. മറ്റു ഡോളറിലും മറ്റു വിദേശ കറൻസികളിലും ഒക്കെയാണ് നേടുന്നത്. എന്നാൽ ജീവനക്കാരുടെ ശമ്പളം പോലെയുള്ള അവരുടെ മിക്ക ചെലവുകളും രൂപയിലാണ്. രൂപയുടെ മൂല്യം കുറയുമ്പോൾ അവരുടെ ഡോളർ വരുമാനം കൂടുതൽ രൂപയായിട്ട് മാറും. ഇത് അവരുടെ ലാഭം നേരിട്ട് മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇതേ ആശയം കയറ്റുമതിയെ ആശ്രയിക്കുന്ന നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും സ്പെഷ്യാലിറ്റി കെമിക്കൽ നിർമ്മാതാക്കൾക്കും ആഗോള സാന്നിധ്യമുള്ള ചില ഓട്ടോ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾക്കും ഒക്കെ ബാധകമാണ്. ബുദ്ധിയുള്ള നിക്ഷേപകർ കയറ്റുമതിയെ ആശ്രയിക്കുന്ന ഈ മേഖലകളിൽ തങ്ങളുടെ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി മൂന്നാമതായിട്ട് ലളിതമായിട്ടുള്ള ഒരു സമീപനം ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യയിൽ ലഭ്യമായ ഇന്റർനാഷണൽ ഫണ്ടുകൾ പരീക്ഷിക്കാവുന്നതാണ്. അവ വിദേശ ഓഹരികളിൽ നിക്ഷേപിക്കുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഒരു സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. ആഭ്യന്തര സ്റ്റോക്കുകൾക്കായിട്ടുള്ള കറൻസി ഹെഡ്ജ് ഫണ്ടുകൾ ഇപ്പോഴും ഒരു ചെറിയ വിഭാഗമാണെങ്കിലും ആഗോളതലത്തിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകളിൽ പണം മുടക്കുന്നത് വ്യക്തിഗതമായിട്ടുള്ള വിദേശ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാതെ തന്നെ അന്താരാഷ്ട്ര എക്സ്പ്ലോഷൻ നേടാനുള്ള ഒരു ലളിതമായിട്ടുള്ള ഒരു മാർഗമാണ്. അപ്പോ ഒരു ദീർഘകാല കാഴ്ചപ്പാട് നിലനിർത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പോംവഴി. ഈ കറൻസിയിലെ തിരിച്ചടികൾക്കിടയിലും ഇന്ത്യയുടെ ദീർഘകാല വളർച്ചാ കഥ ഇപ്പോഴും സജീവമാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന GDP ഉള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് നമ്മുടേത്. GDP വളർച്ച 6.5, 6.8 പരിധിയിലാണ് എപ്പോഴും പ്രവചിക്കപ്പെടുന്നത്. കോർപ്പറേറ്റ് വരുമാനം തുടർന്നും വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കറൻസിയിലുള്ള ഈ ഒരു ഫ്ലക്ച്വേഷൻസ്
നിങ്ങളെ ഭയപ്പെടുത്തി ഗുണമേന്മയുള്ള നിക്ഷേപങ്ങളൊന്നും വിൽക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ നിന്ന് ഓടിപ്പോവുകയല്ല, മറിച്ച് ഇത്തരം സാമ്പത്തിക മാറ്റങ്ങൾക്ക് തയ്യാറായി കൂടുതൽ ശക്തമായിട്ടുള്ള അടിത്തറയോടുകൂടി നല്ല ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പോ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. നിങ്ങളുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ കാണുന്ന നേട്ടങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. രൂപയുടെ മന്ദഗതിയിലുള്ള സ്ഥിരമായിട്ടുള്ള ഒരു ഇടിവ് ഒരു ഇല്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് രൂപയുടെ കണക്കിൽ നിങ്ങളെ സമ്പന്നരായിട്ട് തോന്നിപ്പിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ആഗോള വാങ്ങൽ ശേഷിയിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. ഇന്ത്യയുടെ വ്യാപാര സാഹചര്യം, ഡോളറിന്റെ ആഗോള ശക്തി, വിദേശ മൂലധനത്തിന്റെ പ്രവചനാതീതമായിട്ടുള്ള ഒഴുക്ക് ഇവയാണ് ഇതിന് കാരണമായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ ഒരു പ്രവണതയുടെ ഇരകളായി നമ്മൾ അങ്ങനെ നിൽക്കേണ്ടതൊന്നുമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കാം. ആഗോളതലത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെയും ഇന്ത്യയുടെ ശക്തമായിട്ടുള്ള കയറ്റുമതി മേഖലകളിൽ നിക്ഷേപിക്കുന്നതിലൂടെയും എപ്പോഴും ഒരു ദീർഘകാല വീക്ഷണം നിലനിർത്തുന്നതിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള ഒരു പോർട്ട്ഫോളിയോ നിർമ്മിക്കാൻ കഴിയും. നിക്ഷേപത്തിന്റെ ലക്ഷ്യം നിങ്ങളുടെ അക്കൗണ്ടിലെ അക്കങ്ങൾ കൂടുന്നത് കാണുക മാത്രമല്ല, ആഗോളതലത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവസരവും നൽകുന്ന യഥാർത്ഥ സമ്പത്ത് കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങളുടെ പോർട്ട്ഫോളിയോ പരിശോധിക്കുമ്പോൾ നേട്ടത്തിന്റെ ശതമാനം മാത്രം നോക്കരുത്. സ്വയം ചോദിക്കുക, എന്റെ യഥാർത്ഥ വരുമാനം എന്താണ്? ഇനി എനിക്ക് നിങ്ങളിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. രൂപയുടെ ഇടിവിനെ കുറിച്ച് നിങ്ങളുടെ സ്വന്തം നിക്ഷേപ തന്ത്രത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ വരുത്തിയിരിക്കുന്നത്? പുതുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തകളും ചോദ്യങ്ങളും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. പരമാവധി അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി തരാൻ ഞാൻ ശ്രമിക്കുന്നതുമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.